ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ വേരിയൻസ് അനാലിസിസ് ഒക്കെ അങ്ങനെ പറഞ്ഞു തുടങ്ങാൻ വേണ്ടി പോവാണ്. ബട്ട് ഇപ്പോഴും നമുക്ക് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ല. എന്തുകൊണ്ടാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മളൊരു പീരീഡിലേക്കുള്ള ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഫിക്സഡ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു പീരീഡ് തുടങ്ങുന്നതിന് മുന്നേ എന്താണോ ബഡ്ജറ്റ് ചെയ്തത്, ഏത് ലെവലിലേക്കാണോ ബഡ്ജറ്റ് ചെയ്ത് ആ ലെവലിലേക്കുള്ള മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, റവന്യൂ, വേരിയബിൾ ഓവർഹെഡ്, ഫിക്സഡ് ഓവർഹെഡ് ഇതൊക്കെ നമുക്കറിയാം. ആ പീരീഡ് കഴിഞ്ഞപ്പോൾ എന്താണ് ആക്ച്വൽ റിസൾട്ടുകൾ എന്നുള്ളത് നമുക്കറിയാം. ബഡ്ജറ്റഡ് റിസൾട്ടും ആക്ച്വൽ റിസൾട്ടുകളും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. സെയിൽസ് റവന്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബഡ്ജറ്റ് അല്ല ആക്ച്വൽ. മെറ്റീരിയൽ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഡിഫറെന്റ് ആണ്. ലേബർ നോക്കുകയാണെങ്കിൽ ബഡ്ജറ്റും ആക്ച്വലും സെയിം അല്ല. അങ്ങനെ ഓരോന്നും ബഡ്ജറ്റും ആക്ച്വലും തമ്മിൽ ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇവിടെ നമ്മളെടുത്ത് ഈ ഫിക്സഡ് ബഡ്ജറ്റ് ഇല്ലേ, ഈ ഫിക്സഡ് ബഡ്ജറ്റും ആക്ച്വലും കൂടെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? ഇപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ബഡ്ജറ്റും ആക്ച്വലും, ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റും ആക്ച്വലും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അറിയാം? ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ജസ്റ്റ് റവന്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബഡ്ജറ്റ് ചെയ്തത് 50,000 യൂണിറ്റ് സെല് ചെയ്യാനാണ്. ഇവിടെ ആക്ച്വലി നമ്മൾ 53,000 യൂണിറ്റ് സെല് ചെയ്തിട്ടുണ്ട്. അപ്പൊ 50,000 യൂണിറ്റിന്റെ റവന്യൂ 53,000 യൂണിറ്റിന്റെ റവന്യൂ തമ്മിൽ ഡയറക്ട്ലി കമ്പാരിസൺ പറ്റത്തില്ല. കാരണം എന്താണ്? ലൈക്ക് വിത്ത് ലൈക്ക് കമ്പാരിസൺ അല്ല. കാരണം ആ ആക്ടിവിറ്റി ലെവല് സെയിം അല്ല. പ്രൊഡക്ഷൻ കോസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, വേരിയബിൾ ഓവർഹെഡ്, ഫിക്സഡ് ഓവർഹെഡ് അതൊക്കെ നോക്കുകയാണെങ്കിലും അതൊക്കെ ഇവിടെ ഈ ഒരു വെസലില് പ്രൊഡക്ഷൻ കോസ്റ്റ് ഒക്കെ നമ്മൾ എന്തായിരുന്നു ബഡ്ജറ്റ് ചെയ്തത് 55,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം. ബട്ട് വി പ്രൊഡ്യൂസ്ഡ് 56,000 യൂണിറ്റ്സ്. ഒരു വോളിയം ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്, ആക്ടിവിറ്റി ലെവൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ആക്ടിവിറ്റി ലെവൽ ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ ആക്ച്വൽ ആക്ടിവിറ്റി ലെവലും ബഡ്ജറ്റഡ് ആക്ടിവിറ്റി ലെവലും ഡിഫറെന്റ് ആണ്. എന്താണ്? അപ്പൊ നമ്മൾ അതിലേക്ക് നോക്കുന്ന സമയത്ത് ഹിയർ actual activity level is different from the budgeted activity level. ആക്ച്വൽ ആക്ടിവിറ്റി ലെവൽ ആയിട്ടുള്ള പ്രൊഡക്ഷൻ ആക്ടിവിറ്റി ലെവൽ ആയാലും സെയിൽസ് ആണെങ്കിലും ആക്ച്വൽ പ്രൊഡക്ഷൻ എത്രയായിരുന്നു? 56,000. ആക്ച്വൽ സെയിൽസ് എത്രയായിരുന്നു? 53,000. ബഡ്ജറ്റഡ് ആക്ടിവിറ്റി ലെവൽ എങ്ങനെയാ? ബഡ്ജറ്റ് ചെയ്ത പ്രൊഡക്ഷൻ 55,000, ബഡ്ജറ്റ് ചെയ്ത സെയിൽസ് 50,000. അപ്പൊ ആക്ച്വൽ ആക്ടിവിറ്റി ലെവലും ബഡ്ജറ്റഡ് ആക്ടിവിറ്റി ലെവലും സെയിം അല്ല, ഡിഫറെന്റ് ആണ്. അങ്ങനെ ഡിഫറെന്റ് ആവുമ്പോൾ ഇറ്റ് ഈസ് comparison between fixed budget and actual results is not fair. അത് കറക്റ്റ് അല്ല. ഇപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഫിക്സഡ് ബഡ്ജറ്റും ആക്ച്വൽ റിസൾട്ടും കമ്പയർ ചെയ്യുന്നത് ഫെയർ അല്ല. അങ്ങനെ കമ്പയർ ചെയ്തിട്ട് ഫൈൻഡ് ചെയ്യുന്ന വേരിയൻസസ് കറക്റ്റ് അല്ല. ബിക്കോസ് ആക്ച്വൽ റിസൾട്ടുകളൊക്കെ വേറൊരു യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലെവലിലേക്കും ബഡ്ജറ്റ് ചെയ്തിട്ടുള്ള വേറൊരു ലെവലിലേക്കും ആ ലെവല്, ആ വോളിയം സെയിം അല്ല, ആ ആക്ടിവിറ്റി ലെവൽ സെയിം അല്ല. ആ ആക്ടിവിറ്റി ലെവൽ സെയിം അല്ലാത്തത് കൊണ്ട് ഫിക്സഡ് ബഡ്ജറ്റും ആക്ച്വൽ റിസൾട്ടും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എന്തുകൊണ്ടാണ്? ബിക്കോസ് എന്താണ് റീസൺ? ആക്ടിവിറ്റി ലെവൽസ് ആർ നോട്ട് സെയിം. ആക്ടിവിറ്റി ലെവൽസ് എന്തല്ല? സെയിം അല്ല. ആക്ടിവിറ്റി ലെവൽസ് സെയിം അല്ലാത്തത് കൊണ്ട് ഈ കമ്പാരിസൺ പോസിബിൾ അല്ല. ഓക്കെ, അപ്പോ in order to find variance properly, വേരിയൻസസ് പ്രോപ്പർ ആയിട്ട് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? വി നീഡ് ടു റീസ്റ്റേറ്റ്. നമ്മൾ എന്ത് ചെയ്യണം? റീസ്റ്റേറ്റ് ചെയ്യണം അവർ ഫിക്സഡ് ബഡ്ജറ്റ്. നമ്മുടെ ഫിക്സഡ് ബഡ്ജറ്റ് എന്ത് ചെയ്യണം? റീസ്റ്റേറ്റ് ചെയ്യണം. വി നീഡ് ടു
റീസ്റ്റേറ്റ് അവർ ഫിക്സഡ് ബഡ്ജറ്റ്. ആ ഫിക്സഡ് ബഡ്ജറ്റ് എന്തെങ്കിലും ഇനീഷ്യലി നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ബഡ്ജറ്റഡ് ആക്ടിവിറ്റി ലെവലിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഫിക്സഡ് ബഡ്ജറ്റിനെ റീസ്റ്റേറ്റ് അവർ ഫിക്സഡ് ബഡ്ജറ്റ് ആൻഡ് പ്രിപ്പയർ ഒരു പുതിയ ബഡ്ജറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ആ ബഡ്ജറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ഫ്ലെക്സ്ഡ് ബഡ്ജറ്റ് എന്ന് പറയും. ആ ബഡ്ജറ്റ് നമ്മൾ പറയുന്ന പേരാണ് ഫ്ലെക്സ്ഡ് ബഡ്ജറ്റ് എന്ന് പറയും. അപ്പൊ ഈ ഫ്ലെക്സ്ഡ് ബഡ്ജറ്റ് ഒക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ച ആൾക്കാരുണ്ടായിരിക്കും, അറിഞ്ഞ ആൾക്കാരുണ്ടായിരിക്കും. ബട്ട് അറിയാത്തവരാണെങ്കിൽ ഇപ്പോൾ ആദ്യമായിട്ട് കേൾക്കുവാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. വേരിയൻസ് അനാലിസിസിൽ നമ്മൾ എപ്പോഴും ഫിക്സഡ് ബഡ്ജറ്റ് ആദ്യം പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഫിക്സഡ് ബഡ്ജറ്റും ആക്ച്വൽ റിസൾട്ടും കമ്പയർ ചെയ്തിട്ടല്ല വേരിയൻസസ് ഫൈൻഡ് ചെയ്യുന്നത്. ആക്ടിവിറ്റി ലെവൽ സെയിം അല്ല എന്നുണ്ടെങ്കിൽ, ബഡ്ജറ്റ് ചെയ്ത ആക്ടിവിറ്റി ലെവലും ആക്ച്വൽ ആക്ടിവിറ്റി ലെവലും സെയിം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇനീഷ്യലി പ്രിപ്പയർ ചെയ്ത ഫിക്സഡ് ബഡ്ജറ്റ് ആക്ച്വൽ ആക്ടിവിറ്റി ലെവലിലേക്ക് റീസ്റ്റേറ്റ് ചെയ്യണം. അങ്ങനെ റീസ്റ്റേറ്റ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ബഡ്ജറ്റിനെയാണ് ഫ്ലെക്സ്ഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഫ്ലെക്സ്ഡ് ബഡ്ജറ്റ്? ഫ്ലെക്സ്ഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ബഡ്ജറ്റ് prepared for actual activity ലെവലിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ബഡ്ജറ്റിനെയാണ് ഫ്ലെക്സ്ഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഫ്ലെക്സ്ഡ് ബഡ്ജറ്റ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യണം വേരിയൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനത് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാകും. ഇപ്പൊ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിക്സഡ് ബഡ്ജറ്റും ആക്ച്വൽ റിസൾട്ടുകളും കമ്പയർ ചെയ്യാൻ പറ്റില്ല. റീസൺ എന്താ? ആക്ടിവിറ്റി ലെവൽ സെയിം അല്ല. അപ്പൊ ആക്ടിവിറ്റി ലെവൽ സെയിം ആക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? വേരിയൻസസ് ഫൈൻഡ് ചെയ്യാൻ. മെറ്റീരിയൽസിലെ വേരിയൻസ് ആയാലും ലേബറിലെ വേരിയൻസ് ആയാലും റവന്യൂലെ വേരിയൻസ് ആയാലും എല്ലാ വേരിയൻസും ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്ടിവിറ്റി ലെവൽ സെയിം ആക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ബഡ്ജറ്റിനെ റീസ്റ്റേറ്റ് ചെയ്യണം. ആക്ച്വലിനെ നമുക്ക് ഇനി മാറ്റാനൊന്നും പറ്റില്ല. ആക്ച്വൽ എന്ന് പറയുന്നത് ആക്ച്വൽ റിസൾട്ട് അതാണ് സംഭവിച്ചത്. അപ്പൊ ആ ആക്ച്വൽ റിസൾട്ട് ബഡ്ജറ്റായിട്ട് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ആക്ടിവിറ്റി ലെവൽ സെയിം ആക്കണം. അങ്ങനെ സെയിം ആക്കിയിട്ട് നമ്മൾ ഇനീഷ്യലി പ്രിപ്പയർ ചെയ്ത ഫിക്സഡ് ബഡ്ജറ്റിനെ റീസ്റ്റേറ്റ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ബഡ്ജറ്റിനെയാണ് ഫ്ലെക്സ്ഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. എന്താ പറയുക? ഫ്ലെക്സ്ഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? പുതിയൊരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ഫിക്സഡ് ബഡ്ജറ്റിനെ റീസ്റ്റേറ്റ് ചെയ്തിട്ട് ഒരു പുതിയ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ആ ബഡ്ജറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലെക്സ്ഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു ഫ്ലെക്സ്ഡ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. ഇങ്ങനെയായിരിക്കും ഫ്ലെക്സ്ഡ് ബഡ്ജറ്റ് നമുക്ക് നോക്കാം. അപ്പൊ ഫ്ലെക്സ്ഡ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഏത് ആക്ടിവിറ്റി ലെവലിലേക്കാണ്? ആക്ച്വൽ ആക്ടിവിറ്റി ലെവലിലേക്കാണ് നമ്മൾ ഫ്ലെക്സ്ഡ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ പ്രൊഡക്ഷൻ ആണെങ്കിലും ആക്ച്വൽ പ്രൊഡക്ഷൻ എത്രയാണ്? 56,000 യൂണിറ്റ്സ്. സെയിൽസ് ആണെങ്കിലോ ആക്ച്വൽ സെയിൽസ് 53,000 യൂണിറ്റ്സ് ആണല്ലോ നമ്മൾ സെൽ ചെയ്യുന്നത്. ആ 53,000 യൂണിറ്റ്സിലേക്ക് എ യു ആക്ച്വൽ യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡും ആക്ച്വൽ യൂണിറ്റ്സ് സോൾഡും അതാണല്ലോ നമ്മുടെ ആക്ച്വൽ ആക്ടിവിറ്റി ലെവൽ. ആ ആക്ച്വൽ ആക്ടിവിറ്റി ലെവലിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ബഡ്ജറ്റിനെയാണ് ഫ്ലെക്സ്ഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ആ ഫ്ലെക്സ്ഡ് ബഡ്ജറ്റ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യണം. അപ്പൊ ഇതൊരിക്കലും നോട്ട് ദ പോയിന്റ്. ഇത് ആക്ച്വലിനെ നമ്മൾ റീസ്റ്റേറ്റ് ചെയ്യില്ല. ബഡ്ജറ്റിനെ ഫിക്സഡ് ബഡ്ജറ്റിനെ റീസ്റ്റേറ്റ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ബഡ്ജറ്റാണ് ഫ്ലെക്സ്ഡ് ബഡ്ജറ്റ്. അപ്പൊ എങ്ങനെയായിരിക്കും ആ ഫ്ലെക്സ്ഡ് ബഡ്ജറ്റ് നോക്കാം? വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഫ്ലെക്സ്ഡ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ ആ ഫ്ലെക്സ്ഡ് ബഡ്ജറ്റ് റവന്യൂന്റെ കേസിൽ ബഡ്ജറ്റിനെയാണ് നമ്മൾ റീസ്റ്റേറ്റ് ചെയ്യുന്നത്. ഈ ബഡ്ജറ്റ് റിസൾട്ടുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റീസ്റ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫിക്സഡ് ബഡ്ജറ്റിൽ 50,000 യൂണിറ്റ്സ് ആയിരുന്നു സെല് ചെയ്തിരുന്നത്, റവന്യൂ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. ആക്ച്വൽ യൂണിറ്റ്സ് എത്രയാ? ആക്ച്വലി നമ്മൾ സെല് ചെയ്ത് എത്രയാ? 50,000 ആണോ? അല്ല, ആക്ച്വലി നമ്മൾ സെല് ചെയ്തത് 53,000 ആണ്. അപ്പൊ ആ 53,000 യൂണിറ്റ്സ് ആണ് എടുക്കുന്നത്. ആക്ച്വൽ ആക്ടിവിറ്റി ലെവൽസ് ആണ് എടുക്കുന്നത്. ആ 53,000 യൂണിറ്റ്സിന്റെ ബഡ്ജറ്റ് 53,000 യൂണിറ്റ്സ് ആണല്ലോ ആക്ച്വലി നമ്മൾ സെല് ചെയ്തത്. ആ 53,000 ആണ് നമ്മൾ ബഡ്ജറ്റ് പ്രകാരം സെല് ചെയ്യുന്നെങ്കിൽ എത്ര റവന്യൂ കിട്ടും? ഇനീഷ്യലി നമ്മൾ 50,000 യൂണിറ്റ്സ് ആണ് സെല് ചെയ്യാൻ പ്ലാൻ ചെയ്തത്. ആക്ച്വലി നമ്മൾ 53,000 യൂണിറ്റ്സ് സെല് ചെയ്തു. അപ്പൊ ഈ ആക്ച്വൽ റിസൾട്ട് ഇല്ലേ, ഈ ആക്ച്വൽ റിസൾട്ടുകൾ നമുക്ക് 50,000 യൂണിറ്റ്സിന്റെ റവന്യൂ ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന വേരിയൻസ് ഒരിക്കലും വേറെ അല്ല. ബിക്കോസ് ആ ആക്ടിവിറ്റി ലെവൽ 50,000 യൂണിറ്റ്സിന്റെ റവന്യൂ 53,000 യൂണിറ്റ്സിന്റെ റവന്യൂ ഡയറക്ട്ലി കമ്പയർ ചെയ്യാൻ പറ്റും ഇല്ല. അപ്പോൾ വേരിയൻസസ് കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആ ആക്ടിവിറ്റി ലെവൽസ് ആദ്യം സെയിം ആക്കണം, വോളിയം സെയിം ആക്കണം. അപ്പോൾ വോളിയം സെയിം ആക്കണം നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മൾ ഇനീഷ്യലി 50,000 യൂണിറ്റ്സിലേക്കൊക്കെ പ്രിപ്പയർ ചെയ്ത ബഡ്ജറ്റിന് ആക്ച്വൽ ആക്ടിവിറ്റി ലെവലിലേക്ക് റീസ്റ്റേറ്റ് ചെയ്യും. അപ്പൊ റവന്യൂ റീസ്റ്റേറ്റ് ഫ്ലെക്സ്ഡ് ബഡ്ജറ്റിലെ റവന്യൂ എങ്ങനെയായിരിക്കും വരാന്ന് പറയാം. ഫ്ലെക്സ്ഡ് ബഡ്ജറ്റിലെ റവന്യൂ വരുന്നത് ഇങ്ങനെയായിരിക്കും. ആക്ച്വലി സെൽ ചെയ്തത് 53,000 യൂണിറ്റ്സ് അല്ലേ? 53,000 യൂണിറ്റ്സിനുള്ള ബഡ്ജറ്റ് റവന്യൂ എത്രയാണ്? ബഡ്ജറ്റ് പ്രകാരമുള്ള റവന്യൂ എത്രയാണ്? 100 വെച്ചിട്ടാണ്. 100 വെച്ചിട്ടാണ്. 53,000 × 100 എത്ര വരും? 5.3 മില്യൺ വരും. 5.3 മില്യൺ വരും.
ഓക്കെ, ഇനി ഇത് രണ്ടുമാണ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുക. ഇതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ കമ്പാരിസൺ പോസിബിൾ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 53,000 ബഡ്ജറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലുള്ള റവന്യൂ എത്രയാ? ആസ് പെർ അവർ ബഡ്ജറ്റ് 53,000 × 100 5,300 ആണ്. ആക്ച്വലി എത്ര റവന്യൂ കിട്ടിയത്? 5,000. ഇനി ഇത് കമ്പയർ ചെയ്യുന്നതിൽ നമുക്ക് പ്രശ്നമില്ല. കാരണം ഇത് കമ്പയർ ചെയ്യുമ്പോൾ ആ വോളിയം ആക്ടിവിറ്റി ലെവൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സെയിം ആക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആക്ച്വൽ ആക്ടിവിറ്റി ലെവലിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ബഡ്ജറ്റിനെയാണ് ഫ്ലെക്സ്ഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഫ്ലെക്സ്ഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നതാണ് ആക്ച്വൽ ആക്ടിവിറ്റി ലെവലിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ബഡ്ജറ്റ്. അപ്പൊ ഇനി പ്രൊഡക്ഷൻ കോസ്റ്റ് എഴുതുമ്പോൾ ഏതിലേക്കാണ് നമ്മൾ പ്രൊഡക്ഷൻ കോസ്റ്റ് കാണിക്കുക? പ്രൊഡക്ഷൻ കോസ്റ്റ് കാണിക്കുന്നത് ആക്ച്വലി നമ്മൾ എത്ര യൂണിറ്റ്സാ പ്രൊഡ്യൂസ് ചെയ്തത്? 56,000 യൂണിറ്റ്സ് അല്ലേ? ആ 56,000 യൂണിറ്റ്സിലേക്കുള്ള ബഡ്ജറ്റ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. മെറ്റീരിയൽസിന്റെ കേസിലും ലേബറിന്റെ കേസിലും വേരിയബിൾ ഓവർഹെഡ് കേസിലും. ഓക്കെ, ഇനി 56,000 ആണെങ്കിൽ ഉള്ള മെറ്റീരിയലിന്റെ ബഡ്ജറ്റ് എത്രയാ? ഫ്ലെക്സ്ഡ് ബഡ്ജറ്റിലെ മെറ്റീരിയൽ കോസ്റ്റ് എത്രയാ? 56,000 ഇൻറ്റു ബഡ്ജറ്റ് പ്രകാരം ഇത് നമ്മൾ ബഡ്ജറ്റ് ആണ് റീസ്റ്റേറ്റ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റാൻഡേർഡ് ഡീറ്റെയിൽസ് എടുക്കണം. സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള മെറ്റീരിയൽ കോസ്റ്റ് എത്രയാ? സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള മെറ്റീരിയൽ കോസ്റ്റ് 40 അല്ലേ? ആ ആക്ടിവിറ്റി ലെവൽ മാത്രമേ മാറ്റുന്നുള്ളൂ. ബഡ്ജറ്റ് റീസ്റ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള മെറ്റീരിയൽ കോസ്റ്റ് ആണ് എടുക്കേണ്ടത്. അതേ ഇൻറ്റു 56,000 യൂണിറ്റ്സ് എത്ര വരും? 56,000 ഇൻറ്റു 40 മെറ്റീരിയൽ കോസ്റ്റ് വരുന്നത് എത്രയാ? 2240. അതായത് 56,000 യൂണിറ്റ്സ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ മെറ്റീരിയൽ കോസ്റ്റ് ബഡ്ജറ്റിൽ ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ ഇനീഷ്യലി പ്രിപ്പയർ ചെയ്ത ബഡ്ജറ്റ് 55,000 യൂണിറ്റ്സിലേക്കുള്ള പ്രൊഡക്ഷൻ കോസ്റ്റുകളായിരുന്നു. അതുപോലെ അത് കമ്പാരിസൺ പോസിബിൾ അല്ല. കാരണം നമ്മൾ ആക്ച്വലി 56,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 55,000 യൂണിറ്റ്സിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റും 56,000 യൂണിറ്റ്സിന്റെ ആക്ച്വൽ റിസൾട്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ കമ്പാരിസൺ ആക്ച്വൽ റിസൾട്ട് ആയിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനീഷ്യലി പ്രിപ്പയർ ചെയ്ത ആ ഒരു ബഡ്ജറ്റിനെ റീസ്റ്റേറ്റ് ചെയ്തിട്ട് ആക്ച്വൽ ആക്ടിവിറ്റി ലെവലിലേക്ക് നമ്മൾ ഫ്ലെക്സ്ഡ് ബഡ്ജറ്റിലെ റിസൾട്ടുകൾ നമ്മൾ എന്ത് ചെയ്യണം? ഫ്ലെക്സ് ചെയ്യണം. ഫ്ലെക്സ്ഡ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ആക്ച്വലി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത് 56,000 ആണല്ലോ. ആ 56,000 യൂണിറ്റ്സിലേക്കുള്ള മെറ്റീരിയൽ ബഡ്ജറ്റഡ് മെറ്റീരിയൽ കോസ്റ്റ് എന്താണ്? അതുപോലെ അതേ 56,000 യൂണിറ്റ്സിലേക്കുള്ള ബഡ്ജറ്റഡ് ലേബർ കോസ്റ്റ് എത്രയാണ്? ഫ്ലെക്സ്ഡ് ബഡ്ജറ്റിലെ ലേബർ കോസ്റ്റ് അതാണ്. ഓക്കെ, എത്രയാണ് ലേബർ കോസ്റ്റ് പെർ യൂണിറ്റ്? സ്റ്റാൻഡേർഡ് പ്രകാരം ഒരു യൂണിറ്റിന് 3 ആണ്. 3 × 56,000 വരും. അതാണ് ലേബർ കോസ്റ്റ് വരുന്നത്. ലേബർ കോസ്റ്റ് ഫ്ലെക്സ്ഡ് ബഡ്ജറ്റിലെ ലേബർ കോസ്റ്റ് വരുന്നത് 168 ആണ്. അതുപോലെ വേരിയബിൾ ഓവർഹെഡ് വരുമ്പോൾ 56,000 ഇൻറ്റു 9 എത്ര വരും? 56,000 ഇൻറ്റു 9 വേരിയബിൾ ഓവർഹെഡ് വരുന്നത് അത് വേരിയബിൾ കോസ്റ്റ് ആണ്. 55,000 യൂണിറ്റ്സിന്റെ വേരിയബിൾ ഓവർഹെഡ് എത്രയാണ്? 495. അത് 56,000 ആവുന്ന സമയത്ത് 56,000 ഇൻറ്റു 9 ആകും. എത്ര വരും? 56,000 ഇൻറ്റു 9 504 ആകും. അതുപോലെ ഫിക്സ്ഡ് ഓവർഹെഡ് എന്തായിരിക്കും? നിങ്ങളിപ്പോ ജസ്റ്റ് ഞാൻ ഒരു കുറച്ച് സമയം തരാം. ഇതുപോലെ നമ്മളിപ്പോൾ എല്ലാം റീസ്റ്റേറ്റ് ചെയ്തു. മെറ്റീരിയൽ കോസ്റ്റ് റീസ്റ്റേറ്റ് ചെയ്തു, ലേബർ കോസ്റ്റ് റീസ്റ്റേറ്റ് ചെയ്തു, ആക്ച്വൽ ആക്ടിവിറ്റിയിലേക്ക് വേരിയബിൾ ഓവർഹെഡ് ആക്ച്വൽ ആക്ടിവിറ്റി ആയിട്ടുള്ള 56,000 യൂണിറ്റ്സിലേക്ക് റീസ്റ്റേറ്റ് ചെയ്തു. ഫിക്സ്ഡ് ഓവർഹെഡ് അതുപോലെ ഒന്ന് റീസ്റ്റേറ്റ് ചെയ്തേ. ഫിക്സ്ഡ് ഓവർഹെഡ് ഒന്ന് റീസ്റ്റേറ്റ് ചെയ്തേ. നിങ്ങൾ ഒട്ടുമിക്ക ആൾക്കാരും ചെയ്തിട്ടുണ്ടാവുക 56,000 യൂണിറ്റ്സിലേക്കുള്ള ഫിക്സ്ഡ് ഓവർഹെഡ് അല്ലേ? 56,000 യൂണിറ്റ്സിലേക്കുള്ള ഫിക്സ്ഡ് ഓവർഹെഡ് 15 വെച്ചിട്ട് ഇൻറ്റു 15 ചെയ്യും. എത്ര വരും? 840 എന്നൊക്കെ എഴുതിയിട്ടുണ്ടാകും. 840 എന്ന് എഴുതിയിട്ടുണ്ടാകും. ഇത് ശരിയാണോ? 840 ആണോ? ഇത് ശരിയല്ല, തെറ്റാണ്. കാരണം ഫിക്സ്ഡ് ഓവർഹെഡ് യൂണിറ്റ്സ് ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് മാറുന്ന ഒരു കോസ്റ്റ് ആണോ ഫിക്സ്ഡ് കോസ്റ്റുകൾ? ഇല്ല, ബാക്കിയൊക്കെ മാറും. നമ്മുടെ 55,000 എന്ന് പറയുന്ന ആക്ടിവിറ്റി ലെവലിൽ നിന്ന് 56,000ലേക്ക് മാറുമ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് മാറും, ലേബർ കോസ്റ്റ് മാറും, വേരിയബിൾ ഓവർഹെഡ് മാറും. ഇതൊക്കെ മാറി നിന്നുകൊണ്ടാണ്. ഇതൊക്കെ വേരിയബിൾ കോസ്റ്റ് ആണ്. യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. യൂണിറ്റ്സ് ആക്ടിവിറ്റി ലെവൽ മാറുന്നതിനനുസരിച്ച് മാറുന്ന കോസ്റ്റ് ആണ്. ബട്ട് ഫിക്സ്ഡ് ഓവർഹെഡ് അങ്ങനത്തെ ഒരു കോസ്റ്റ് അല്ല. ഫിക്സ്ഡ് ഓവർഹെഡ് എന്ന് പറയുന്നത് ആ ഒരു പീരീഡിലേക്ക് ബഡ്ജറ്റ് ചെയ്ത് എത്രയാണ്? 825,000 അല്ലേ? അപ്പൊ അത് 56,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വെച്ചിട്ട് 825,000 അതിനനുസരിച്ച് ആ എക്സ്ട്രാ ഉണ്ടാക്കിയ യൂണിറ്റ്സിന് കൂടും ഇല്ല. അപ്പൊ അങ്ങനെ കൂടുന്ന കോസ്റ്റ് ആണെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയൂല. ഫിക്സഡ് കോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഫിക്സഡ് കോസ്റ്റ് ആണ്. ഫിക്സഡ് ഓവർഹെഡ് ഫിക്സഡ് കോസ്റ്റ് ആയതുകൊണ്ട് തന്നെ അപ്പൊ അതിനെ റീസ്റ്റേറ്റ് ചെയ്താൽ എന്തെന്നെ വരാം? ആ ഒരു 825 തന്നെയാണ് വരിക. 825,000 തന്നെയാണ് വരിക. എനിക്ക് 56,000 യൂണിറ്റ്സിലേക്കുള്ള ഫിക്സഡ് ഓവർഹെഡ് എന്തെന്നെ വരിക? 825,000 തന്നെ വരിക. എന്തുകൊണ്ടാണ്? അതൊരു ഫിക്സഡ് കോസ്റ്റ് ആണ്. ഫിക്സഡ് കോസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് അവിടെ അത് ഡിഫറൻസ് വരൂല. ഫിക്സഡ് കോസ്റ്റ് ആണല്ലോ. അപ്പൊ അത് ഇത്ര യൂണിറ്റ്സ് ഉണ്ടാക്കിയാൽ അത് ഇതുപോലെ വരും. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, അപ്പൊ ആക്ച്വലിലേക്ക് വരുമ്പോൾ ഫിക്സഡ് ഓവർഹെഡ് മാറിയല്ലോ. ആക്ച്വലിലേക്ക് വരുമ്പോൾ പിന്നെ എന്താ 935 ആയത്? അതൊരിക്കലും എന്തല്ല, യൂണിറ്റ്സ് എക്സ്ട്രാ ഉണ്ടാക്കിയത് കൊണ്ട് വന്നതല്ല. അത് ബഡ്ജറ്റും ആക്ച്വലും തമ്മിൽ ഡിഫറൻസ് ആണ്. എക്സ്പെക്ടേഷൻ ആൻഡ് റിയാലിറ്റി ചേഞ്ച് ആണത്.
നമ്മൾ എക്സ്പെക്ട് ചെയ്തത് 825. ആ ഒരു പീരീഡിലേക്ക് നമ്മൾ ഫിക്സ്ഡ് ആയിട്ടുള്ള ഓവർ ഹെഡ്സ് എക്സ്പെക്ട് ചെയ്തത് 825,000 ആണ്. ആക്ച്വലി ഇതിനേക്കാൾ കൂടുതലോ കുറവോ വന്നൂടെ? അത് ആ ഡിഫറൻസ് ആണ് ആക്ച്വലിലേക്ക് വന്നപ്പോൾ മാറിയത്. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന എന്താ? ഫ്ലെക്സ്ഡ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഇനീഷ്യലി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആ ബഡ്ജറ്റിന് തന്നെയാണ് റീസ്റ്റേറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ആ യൂണിറ്റ്സ് മാറുന്നുള്ളൂ. ആദ്യം നമ്മൾ 55,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിലേക്കുള്ള മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, ഫിക്സഡ് ഓവർഹെഡ് എഴുതി. ഇനി നമ്മൾ അതേ കോസ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 56,000 യൂണിറ്റ്സ് ആണെങ്കിൽ, ആക്ച്വൽ യൂണിറ്റ്സ് 56,000 ആണല്ലോ. അപ്പൊ ആ 56,000 യൂണിറ്റ്സ് ആണെങ്കിലുള്ള ഈ കോസ്റ്റുകളൊക്കെ എന്താണെന്നുള്ളത് ബഡ്ജറ്റിന് തന്നെയാണ് റീസ്റ്റേറ്റ് ചെയ്യുന്നത്. അപ്പൊ ബഡ്ജറ്റിനെ റീസ്റ്റേറ്റ് ചെയ്യുമ്പോൾ യൂണിറ്റ്സ് മാത്രം മാറുമ്പോൾ നമ്മൾ ആ പീരീഡിലേക്ക് ബഡ്ജറ്റ് ചെയ്ത് ഫിക്സഡ് ഓവർഹെഡ് അങ്ങനെ മാറും? അങ്ങനെ മാറത്തില്ല. 825,000 തന്നെ വരും. ഓക്കെ, അങ്ങനെ നമ്മുടെ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് എത്ര വരും? മെറ്റീരിയൽ കോസ്റ്റ് ടു ഫ്ലെക്സ്ഡ് ബഡ്ജറ്റിലുള്ള ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്നത് 2240 പ്ലസ് 168 പ്ലസ് എത്രയാ 504 പ്ലസ് 825 എത്ര വരും? 3737 വരും. പ്രൊഡക്ഷൻ കോസ്റ്റ് ആണ്. ഇനി നമ്മൾ 56,000 യൂണിറ്റ്സിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ആണ്. നമുക്ക് റവന്യൂ എത്രയാ? 53,000 യൂണിറ്റ്സിന്റെ റവന്യൂ ആണ്. ഇവിടെ ക്ലോസിംഗ് ഇൻവെന്ററി ഉണ്ട്. ആക്ച്വലി ക്ലോസിംഗ് ഇൻവെന്ററി ഉണ്ട്. ആ ക്ലോസിംഗ് ഇൻവെന്ററി എത്രയാ? ഇവിടെ ബഡ്ജറ്റഡ് ക്ലോസിംഗ് ഇൻവെന്ററി അല്ല. ബഡ്ജറ്റ് ചെയ്തത് 55,000, 50,000 ഇൻറ്റു 5,000 ആണ് ക്ലോസിംഗ് ഇൻവെന്ററി. ബട്ട് ഇവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഫ്ലെക്സ്ഡ് ബഡ്ജറ്റ് ഒക്കെ ആക്ച്വൽ ആക്ടിവിറ്റി ലെവൽ അല്ലേ? ആക്ച്വൽ ആക്ടിവിറ്റി ലെവൽ എങ്ങനെയാ? 56,000 പ്രൊഡ്യൂസ് ചെയ്യുന്നു, 53,000 വെക്കുന്നു. അപ്പൊ ഇവിടുത്തെ ക്ലോസിംഗ് ഇൻവെന്ററി എത്രയാ? 56,000 പ്രൊഡ്യൂസ് ചെയ്ത് 53,000 വെക്കുമ്പോൾ 3,000 യൂണിറ്റ്സ് ആണ്. ആ 3,000 യൂണിറ്റ്സിന്റെ ക്ലോസിംഗ് ഇൻവെന്ററി 3,000 ഇൻറ്റു ഇൻവെന്ററി വാല്യൂഷൻ എപ്പോഴും അത് തന്നെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. 3,000 യൂണിറ്റ്സ് ആണ് ഇൻവെന്ററിയിൽ. അതിന്റെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എത്രയാണ്? ഒരു യൂണിറ്റിന് 67 എന്നുള്ളത് നമുക്കറിയാം. 67 എത്ര വരും? 201 വരും ക്ലോസിംഗ് ഇൻവെന്ററി. ഓക്കെ, അപ്പൊ അത് കുറച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് സെയിൽസ് വരുന്നത് എത്രയാ? കോസ്റ്റ് ഓഫ് സെയിൽസ് വരുന്നത് 3737 മൈനസ് 201, ദാറ്റ് ഈസ് 3536. ഓക്കെ, പ്രോഫിറ്റ് വരുന്നത്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വരുന്നത്, സെയിൽസ് റവന്യൂ ഫ്ലെക്സ്ഡ് ബഡ്ജറ്റിലെ പ്രോഫിറ്റ് വരുന്നത് 5300 മൈനസ് കോസ്റ്റ് ഓഫ് സെയിൽസ് എത്രയാ? 3536, ദാറ്റ് ഈസ് 1764 ആണ് നമ്മുടെ പ്രോഫിറ്റ് വരുന്നത്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വരുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്ത് കമ്പയർ ചെയ്യാം? വേരിയൻസസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പൊ കമ്പയർ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മളിപ്പോ പുതിയതായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള, ഇപ്പൊ നമ്മുടെ അടുത്ത് 3 എണ്ണം ഉണ്ട്. ഒരു ഫിക്സഡ് ബഡ്ജറ്റ്, പിന്നെ ആക്ച്വൽ റിസൾട്ടും. ഫിക്സഡ് ബഡ്ജറ്റ്, ആക്ച്വൽ റിസൾട്ടും. ഈ ഫിക്സ്ഡ് ബഡ്ജറ്റും ആക്ച്വൽ റിസൾട്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഫിക്സഡ് ബഡ്ജറ്റിലെ ആക്ടിവിറ്റി ലെവലും ആക്ച്വൽ ആക്ടിവിറ്റി ലെവലും സെയിം അല്ല, ഡിഫറെന്റ് ആണ്. അതുകൊണ്ടാണ് കമ്പയർ ചെയ്യാൻ പറ്റാത്തത്, കമ്പയർ ചെയ്തിട്ട് വേരിയൻസ് കണ്ടുപിടിക്കാൻ പറ്റാത്തത്. അപ്പൊ അത് പറ്റാത്തതുകൊണ്ട് തന്നെ ഈ ആക്ച്വൽ റിസൾട്ട് ആയിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫിക്സഡ് ബഡ്ജറ്റ് ഉണ്ടല്ലോ, അതിന് ഞാൻ റീസ്റ്റേറ്റ് ചെയ്തിട്ട് പുതിയൊരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തു. ദാറ്റ് ഇസ് ഫ്ലെക്സ്ഡ് ബഡ്ജറ്റ്. അപ്പൊ ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഫ്ലെക്സ്ഡ് ബഡ്ജറ്റും ആക്ച്വൽ റിസൾട്ട് എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റും ടു ഫൈൻഡ് വേരിയൻസ്. ബിക്കോസ് ഈ ഫ്ലെക്സ്ഡ് ബഡ്ജറ്റ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ആക്ച്വൽ ആക്ടിവിറ്റിയിലേക്കാണ്. ആക്ച്വൽ ആക്ടിവിറ്റി ലെവലിലേക്ക് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഫ്ലെക്സ്ഡ് ബഡ്ജറ്റും ആക്ച്വലി എനിക്ക് ഇപ്പൊ കമ്പയർ ചെയ്യാൻ പറ്റും ടു ഫൈൻഡ് വേരിയൻസ്. ഓക്കെ, അപ്പോൾ വേരിയൻസസ് ആർ ഫൗണ്ട്. അപ്പൊ നമ്മുടെ ഫൈനൽ കൺക്ലൂഷൻ എന്തായാലും നമ്മുടെ ഫൈനൽ കൺക്ലൂഷൻ വരുന്നത് ഫ്ലെക്സ്ഡ് ബഡ്ജറ്റ് വേരിയൻസസ് can be analyzed by comparing actual results with flexed budget. Okay, actual റിസൾട്ടുകൾ ഫ്ലെക്സ്ഡ് ബഡ്ജറ്റ് ആയിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ആക്ച്വൽ റിസൾട്ട്സ് ഫ്ലെക്സ്ഡ് ബഡ്ജറ്റ് ആയിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്യുന്നത്? വേരിയൻസസ് ഫൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ വേരിയൻസസ് ഫൈൻഡ് ചെയ്യുന്നത് ഏതൊക്കെയാ? ആക്ച്വൽ റിസൾട്ടും ഫ്ലെക്സ്ഡ് ബഡ്ജറ്റും കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വേരിയൻസസ് ഫൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ അതിലേക്ക് കടക്കുകയാണെങ്കിൽ ഇനി ഈ നമുക്ക് വേരിയൻസസ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഈ വേരിയൻസസ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്ന ഏതൊക്കെ കമ്പയർ ചെയ്തിട്ടാണ്? ഫിക്സഡ് ബഡ്ജറ്റും ആക്ച്വലും കമ്പയർ ചെയ്തിട്ടാണോ? അല്ല. വേരിയൻസ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത് ആക്ച്വൽ റിസൾട്ടും ഫ്ലെക്സ്ഡ് ബഡ്ജറ്റും കമ്പയർ ചെയ്തിട്ടാണ്. ഓക്കെ, ഫ്ലെക്സ്ഡ് ബഡ്ജറ്റ് എന്താണ്? അതാണ് നമ്മുടെ യഥാർത്ഥ ബഡ്ജറ്റ്. ആക്ടിവിറ്റി ലെവൽ സെയിം ആക്കിയ ഫ്ലെക്സ്ഡ് ബഡ്ജറ്റും ആക്ച്വൽ റിസൾട്ടുകളും കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ വേരിയൻസസ് ഫൈൻഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഓരോ കേസിലുള്ള വേരിയൻസസ് എന്താണെന്ന് നമ്മളിങ്ങനെ നോട്ട് ചെയ്യണം. റവന്യൂ നോക്കുന്ന സമയത്ത് എന്തായിരുന്നു നമ്മുടെ റവന്യൂ? ആക്ച്വൽ റവന്യൂ വന്നത്
5035 ആണ്. നമ്മൾ ടോട്ടൽ വേരിയൻസ് ആണ്, നമ്മളിപ്പോൾ സിമ്പിൾ വേരിയൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ സിമ്പിൾ വേരിയൻസിന്റെ അഡ്വാൻസ്ഡ് ആയിട്ട് ഓരോന്നിനെയും ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് നമ്മൾ പഠിക്കും. ഓക്കെ, സിമ്പിൾ വേരിയൻസ് പറയുമ്പോൾ സെയിൽസ് റവന്യൂ എടുക്കും. സെയിൽസ് റവന്യൂവിൽ ആക്ച്വൽ സെയിൽസ് റവന്യൂ വന്നത് 5035 ആണ്. ബഡ്ജറ്റ് പ്രകാരമുള്ള സെയിൽസ് റവന്യൂ എത്രയാണ്? 5300. ഒരിക്കലും ഈ ബഡ്ജറ്റഡ് റവന്യൂ ആക്ച്വൽ റവന്യൂ എല്ലാം കമ്പയർ ചെയ്യേണ്ടത് ഫ്ലെക്സ്ഡ് ബഡ്ജറ്റിലെ റവന്യൂ ആക്ച്വൽ റവന്യൂ ആണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. ഫ്ലെക്സ്ഡ് ബഡ്ജറ്റിലെ റവന്യൂ ആൻഡ് ആക്ച്വൽ റവന്യൂ കമ്പയർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വേരിയൻസ് ഫൈൻഡ് ചെയ്യണം. അവിടുത്തെ ഡിഫറൻസ് എന്താണ്? 5300 ഫ്ലെക്സ്ഡ് ബഡ്ജറ്റിലെ റവന്യൂ, ആക്ച്വൽ റവന്യൂ എത്രയാണ്? 5035. എത്ര വരും? 265 ആണ് ഡിഫറൻസ് വരുന്നത്. 265 ആണ് ഡിഫറൻസ് വരുന്നത്. സെയിൽസ് റവന്യൂവിൽ ഡിഫറൻസ് വരുന്നത് എത്രയാ? 265 ആണ്. ആ ഡിഫറൻസ് എന്തുകൊണ്ടാണ് വന്നത്? എന്തുകൊണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കാം? ആ ഒരു ഡിഫറൻസ്, ആ ഒരു മൂവ്മെന്റ്, ആ 265 എന്ന് പറയുന്ന മൂവ്മെന്റ് ഒരു ഫേവറബിൾ മൂവ്മെന്റ് ആണോ? നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണോ? അഡ്വേഴ്സ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണോ? വേരിയൻസസ് എപ്പോൾ പറയുമ്പോഴും ജസ്റ്റ് ആ എമൗണ്ടിൽ മാത്രമല്ല പറയാം. എല്ലാ വേരിയൻസും എമൗണ്ട് പ്ലസ് അഡ്വേഴ്സ് ആണോ ഫേവറബിൾ ആണോ എന്ന് കൂടെ പറയണം. ഇവിടെ നോക്ക്, ഇത് റവന്യൂന്റെ കേസാണ്. റവന്യൂന്റെ കേസിൽ 53,000 ആണ്. 53,000 ആണ്. ആക്ച്വലും 53,000 യൂണിറ്റ്സ് വിറ്റപ്പോൾ കിട്ടിയ റവന്യൂ ആണ്. ബഡ്ജറ്റും പറയുന്നത് എന്താ? 53,000 യൂണിറ്റ്സ് വെക്കുമ്പോൾ ബഡ്ജറ്റ് പ്രകാരം എത്ര കിട്ടണം? ബഡ്ജറ്റ് പ്രകാരം 5300 കിട്ടണം. ആക്ച്വലി ആകെ 5035 കിട്ടിയിട്ടുള്ളൂ. റവന്യൂയുടെ കേസിലൊക്കെ കുറയാണ്. റവന്യൂയുടെ കേസിലൊക്കെ കുറയുന്നത് നമുക്ക് എന്താണ്? അഡ്വേഴ്സ് ആണ്. അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തത് 5300 ആണ്, ആക്ച്വലി 5035 കിട്ടിയിട്ടുള്ളൂ. ദാറ്റ് ഈസ് അഡ്വേഴ്സ്. ഇവിടെ ഒരു അഡ്വേഴ്സ് മൂവ്മെന്റ് ആണ് വന്നത്. റവന്യൂയുടെ കേസിൽ എന്താണ്? എന്ത് വേരിയൻസ് ആണ്? അഡ്വേഴ്സ് വേരിയൻസ് ആണ്. 265 അഡ്വേഴ്സ് വേരിയൻസ് ആണ് റവന്യൂയുടെ കേസിൽ. ഇനി ഇതുപോലെ മെറ്റീരിയലിന്റെ കേസിൽ വരുന്ന സമയത്ത് ആക്ച്വലി വന്ന മെറ്റീരിയൽ കോസ്റ്റ് എത്രയാ? 2310. ബഡ്ജറ്റില് ഫ്ലെക്സ്ഡ് ബഡ്ജറ്റിലെ മെറ്റീരിയൽ കോസ്റ്റ് എത്രയാ? ഇത് 56,000 യൂണിറ്റ്സ് ഉണ്ടാക്കിയപ്പോൾ ആക്ച്വലി വന്ന മെറ്റീരിയൽ കോസ്റ്റ് 2310 ആണ്. ബഡ്ജറ്റ് പ്രകാരം എത്രയാണ് വരേണ്ടത്? 2240 ആണ് വരേണ്ടത്. ആ ഡിഫറൻസ് എത്രയാ? 2240 മൈനസ് 2310. 2240 മൈനസ് 2310 എത്രയാണ് വരുന്നത്? 70 ആണ് വരുന്നത്. അത് അഡ്വേഴ്സ് ആണോ ഫേവറബിൾ ആണോ? നേരത്തെ പറഞ്ഞ റൂൾ അല്ല ഇവിടെ. നേരത്തെ റവന്യൂന്റെ കേസിൽ എന്താണ്? റവന്യൂന്റെ കേസിൽ ബഡ്ജറ്റിനേക്കാൾ ആക്ച്വലി കൂടുകയാണെങ്കിൽ ഫേവറബിൾ ആണ്. റവന്യൂ കൂടുന്നതാണ് ഫേവറബിൾ, റവന്യൂ കുറയുന്നതാണ് അഡ്വേഴ്സ്. കോസ്റ്റിന്റെ കേസിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. കോസ്റ്റിന്റെ കേസിലാണെങ്കിൽ ബഡ്ജറ്റ് ചെയ്ത കോസ്റ്റ് എന്താണോ അതിനേക്കാൾ ആക്ച്വൽ കൂടുകയാണെങ്കിൽ അഡ്വേഴ്സ് ആണ്. കോസ്റ്റ് കൂടുന്ന അഡ്വേഴ്സ് ആണ്. കോസ്റ്റ് കുറയാണ്, ബഡ്ജറ്റിനേക്കാൾ ആക്ച്വൽ കുറവാണെന്നുണ്ടെങ്കിൽ ഫേവറബിൾ ആണ്. ഇവിടെ എങ്ങനെയാ? ബഡ്ജറ്റിനേക്കാൾ കൂടുകയാണോ ചെയ്തത്, കുറയാണോ ചെയ്തത്? 70 ഡിഫറൻസ് വന്നത്. 2240യും 2310യും തമ്മിൽ ഡിഫറൻസ് 70 വന്നത്. അത് അഡ്വേഴ്സ് ആണോ ഫേവറബിൾ ആണോ? ഇവിടെ നമുക്ക് നോക്ക്, ബഡ്ജറ്റ് ചെയ്തത് 56,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ബഡ്ജറ്റ് ചെയ്തത് 2240 ആണ്. 56,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ ആക്ച്വലി വന്നത് 2310 ആണ്. ഈ $70 കൂടുകയാണ് ചെയ്തത്. 70 എന്നല്ല, 70,000 ആണ്. 70,000 കൂടുകയാണ് ചെയ്തത്. കോസ്റ്റ് കൂടുമ്പോൾ എന്താ? കോസ്റ്റ് കൂടുക, ബഡ്ജറ്റ് ചെയ്തതിനേക്കാൾ കൂടുക എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് അഡ്വേഴ്സ് ഇയർ. ഇവിടെ ഈ 70,000 എന്താണ്? അഡ്വേഴ്സ് ആണ്. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പോൾ ജസ്റ്റ് ഈ ഒരു വീഡിയോ ഇപ്പോൾ പോസ് ചെയ്തിട്ട് ഇപ്പൊ ഞാൻ മെറ്റീരിയൽ കോസ്റ്റിന്റെ ഒക്കെ വേരിയൻസ്, ആ ഡിഫറൻസ് അഡ്വേഴ്സ് ഫേവറബിൾ, ഇത്രയാണ് ഡിഫറൻസ്, അത് അഡ്വേഴ്സ് ഫേവറബിൾ എന്ന് ഞാനിങ്ങനെ എഴുതിയില്ല. അതുപോലെ നിങ്ങൾ ലേബറിൽ ഉണ്ടായ ആ വേരിയൻസ് എന്താണ്, വേരിയബിൾ ഓവർഹെഡിൽ ഉണ്ടായ വേരിയൻസ് എന്താണ്, ഫിക്സ്ഡ് ഓവർഹെഡിൽ ഉണ്ടായ വേരിയൻസ് എന്താണ് എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തേ. എല്ലാവരും പോസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അഡ്വേഴ്സ് ആണോ ഫേവറബിൾ ആണെന്ന് പറയാം. എന്നിട്ട് മാത്രം വീഡിയോ കാണും. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് ലേബറിന്റെ കേസിൽ ബഡ്ജറ്റ് ചെയ്തത് 168,000 ആണ്. ആക്ച്വലി വന്ന എത്രയാണ്? 220,000 ആണ്. ബഡ്ജറ്റ് ചെയ്ത് 168,000 ആണ്. ആക്ച്വലി വന്നെന്താ? 220 ആണ്. 168ഉം 220 തമ്മിലുള്ള ഡിഫറൻസ് എത്ര? 52,000 ആണ്. ആ ഒരു 52,000 എന്താണ്? മെറ്റീരിയലിന്റെ കേസിൽ അല്ല, ലേബറിന്റെ കേസിൽ ബഡ്ജറ്റ് ചെയ്തതിനേക്കാൾ ആക്ച്വൽ കൂടുതലല്ലേ ചെയ്തത്. ദാറ്റ് ഇസ് അഡ്വേഴ്സ് ഇയർ. ലേബറിന്റെ കേസിലും അഡ്വേഴ്സ് ആണ്. ഇനി വേരിയബിൾ ഓവർഹെഡിന്റെ കേസിൽ നോക്കുന്ന സമയത്ത് ബഡ്ജറ്റ് ചെയ്ത് 504 ആണ്. ആക്ച്വലി വന്നത് എത്രയാണ്? 500 ആണ്. ബഡ്ജറ്റ് ചെയ്ത് 504 ആണ്. ആക്ച്വലി വന്നത് 500 ആണ്. ഇതെന്താ? ബഡ്ജറ്റ് ചെയ്ത് 5,04,000 ആണ്. ആക്ച്വലി അതിനേക്കാൾ കുറവ് വന്നിട്ടുണ്ട്. കോസ്റ്റ് ആണ് കുറവ് വന്നിട്ടുണ്ട്. കോസ്റ്റ് കുറയുമ്പോൾ എന്താണ്? ഈ ഡിഫറൻസ് 4 ആണ് ഇവിടുത്തെ ഡിഫറൻസ് വരുന്നത്. അത് ഫേവറബിൾ ആണ്. 4 എന്താണ്? ഫേവറബിൾ ആണ്. 4,000 ഫേവറബിൾ ആണ്. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലേ? ഫസ്റ്റ് കുറയത് ബഡ്ജറ്റിനേക്കാൾ കുറവാണ്. ഇനി ഫിക്സ്ഡ് ഓവർഹെഡ് നോക്കുന്ന സമയത്ത് ഫിക്സ്ഡ് ബഡ്ജറ്റ് എത്രയാണ്? 825 ആണ്. ആക്ച്വലി എത്രയാണ് വന്നത്? ആക്ച്വലി വന്നത് 935 ആണ്. അതും എന്താണ്? കൂടുകയാണോ കുറയാണോ ചെയ്ത് ബഡ്ജറ്റിനേക്കാൾ?
കൂടുകയാണ് ചെയ്തത്. എത്രയാണ് ആ ഡിഫറൻസ് വരുന്നത്? ഡിഫറൻസ് നോക്കുമ്പോൾ 825 മൈനസ് 935 എത്രയാണ്? 110 ആണ് ഡിഫറൻസ് വന്നത്. അവിടെ വന്ന് 110 എന്താണ്? 110 എക്സ്ട്രാ വന്നിട്ടുണ്ട്. 110,000 എക്സ്ട്രാ വന്നിട്ടുണ്ട്. അഡ്വേഴ്സ് ആണ്, കൂടുതൽ ചെയ്ത് എക്സ്ട്രാ ബഡ്ജറ്റിനേക്കാൾ കൂടുതൽ ചെയ്തു. ഓക്കെ, ഇപ്പൊ ഇതാണ് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച മെയിൻ വേരിയൻസസ്. എന്തൊക്കെയാ മെയിൻ വേരിയൻസസ് വരുന്നത്? ഏതൊക്കെയാണ്? സെയിൽസ് റവന്യൂലെ വേരിയൻസ് നമ്മൾ പറഞ്ഞു, മെറ്റീരിയലിലെ വേരിയൻസ് പറഞ്ഞു, ലേബറിലെ വേരിയൻസ് പറഞ്ഞു, വേരിയബിൾ ഓവർഹെഡിലെ വേരിയൻസ് പറഞ്ഞു, ഫിക്സ്ഡ് ഓവർഹെഡിലെ വേരിയൻസ് പറഞ്ഞു. ഓരോ വേരിയൻസും നമ്മൾ ടോട്ടൽ വേരിയൻസസ് ആണ് കാൽക്കുലേറ്റ് ചെയ്തത്. മെറ്റീരിയൽ ആ ഒരു പീരീഡിൽ മെറ്റീരിയൽസിൽ ഉണ്ടായ ടോട്ടൽ വേരിയൻസ് എന്താണ്? ലേബറിൽ ഉണ്ടായ ടോട്ടൽ വേരിയൻസ് എന്താണ്? ബഡ്ജറ്റ് അച്ഛൻ തമ്മിൽ ഡിഫറൻസ്. വേരിയബിൾ ഓവർഹെഡിൽ ഉണ്ടായ ടോട്ടൽ വേരിയൻസ് എന്താണ്? ഫിക്സ്ഡ് ഓവർഹെഡിൽ ഉണ്ടായ ടോട്ടൽ വേരിയൻസ് എന്താണ്? സെയിൽസ് റവന്യൂവിൽ ഉണ്ടായ ടോട്ടൽ വേരിയൻസ് എന്താണ്? എന്ന് പറയുന്ന ടോട്ടൽ വേരിയൻസസ് ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുള്ളത്. ബട്ട് ഈ വേരിയൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇത് വന്നു എന്നതിനെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റില്ല. റീസൺസ്, ഈ വേരിയൻസസ് ഒക്കെ വന്നതിന്റെ കോസസ്, റീസൺസ് ഒന്നും നമുക്ക് അറിയില്ല. അതാണ് നമ്മൾ വേരിയൻസ് അനാലിസിസ് ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, വേരിയൻസ് അനാലിസിസ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് സെയിൽസ് റവന്യൂവിൽ ഒരു വേരിയൻസ് വന്നല്ലോ, അതെന്തുകൊണ്ടാണ്? സെയിൽസ് റവന്യൂയുടെ വേരിയൻസ് എന്തൊക്കെക്കൊണ്ടാണ്? മെറ്റീരിയലിലെ വേരിയൻസ് എന്തുകൊണ്ടൊക്കെയാണ്? ലേബറിലെ വേരിയൻസ് എന്തുകൊണ്ടൊക്കെയാണ്? വേരിയബിൾ ഓവർഹെഡിലെ വേരിയൻസ് എന്തുകൊണ്ടൊക്കെയാണ്? ഫിക്സ്ഡ് ഓവർഹെഡിലെ വേരിയൻസ് നമുക്ക് ഇനി ഫർദർ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും? ഇതൊക്കെ ബേസിക് വേരിയൻസ് ആണ്. ബേസിക് വേരിയൻസ് അനാലിസിസിൽ മെറ്റീരിയൽ വേരിയൻസിന് 2 റീസൺസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്, ലേബർ വേരിയൻസിന് 2 റീസൺസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ടോട്ടൽ വേരിയൻസിനെ നമ്മൾ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ കാണിക്കുന്നത്. വേരിയബിൾ ഓവർഹെഡിലെ വേരിയൻസ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്, ഫിക്സ്ഡ് ഓവർഹെഡിലെ വേരിയൻസ് സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു അനാലിസിസിനെയാണ്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ സ്പ്ലിറ്റപ്പിനെയാണ് നമ്മൾ വേരിയൻസ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് പഠിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? വേരിയൻസ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് പഠിക്കുന്നത്. അപ്പൊ ആ ഒരു വേരിയൻസ് അനാലിസിസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ആ വേരിയൻസ് അനാലിസിസിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് മെറ്റീരിയൽ വേരിയൻസ് ആയിരിക്കും. ഡയറക്റ്റ് മെറ്റീരിയൽ വേരിയൻസിനെ കുറിച്ചായിരിക്കും. പിന്നെ ലേബർ വേരിയൻസ് പഠിക്കും, പിന്നെ വേരിയബിൾ ഓവർ വേരിയൻസ്, പിന്നെ ഫിക്സ്ഡ് ഓവർ വേരിയൻസ്, ലാസ്റ്റ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? സെയിൽസ് റവന്യൂ വേരിയൻസിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ ഇത്രയും നിങ്ങൾ പഠിച്ച സമയത്ത് ജസ്റ്റ് നമ്മളിപ്പോൾ എന്തേ പഠിച്ചിട്ടുള്ളൂ? ആക്ച്വൽ വേരിയൻസ് അനാലിസിസ് ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. ഒരു പീരീഡ് തുടങ്ങുന്നതിന് മുന്നേ നമ്മളൊരു ബഡ്ജറ്റ് ഉണ്ടാക്കിയിരുന്നു, അതിനെയാണ് ഫിക്സഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ആ പീരീഡ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ ആക്ച്വൽ റിസൾട്ട് ഉണ്ട്. ഈ ആക്ച്വൽ റിസൾട്ടും ബഡ്ജറ്റും കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ വേരിയൻസ് കണ്ടുപിടിക്കുന്നത്. ബട്ട് ഇപ്പോൾ അത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ആക്ച്വലും ഫിക്സഡ് ബഡ്ജറ്റും കമ്പയർ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ആക്ടിവിറ്റി ലെവൽസ് ഡിഫറെന്റ് ആണ്. അപ്പോൾ ഈ ആക്ടിവിറ്റി ലെവൽ ഡിഫറെന്റ് ആയത് സെയിം ആക്കാൻ വേണ്ടിയിട്ട് ഇനീഷ്യലി പ്രിപ്പയർ ചെയ്ത ഫിക്സഡ് ബഡ്ജറ്റ് നമ്മൾ റീസ്റ്റേറ്റ് ചെയ്തിട്ട് പുതിയൊരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് ഫ്ലെക്സ്ഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ആ ഫ്ലെക്സ്ഡ് ബഡ്ജറ്റും ആക്ച്വലും കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ വേരിയൻസസ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആ വേരിയൻസസ് നമ്മൾ സിംപ്ലി ടോട്ടൽ വേരിയൻസസ് ഒക്കെ കണ്ടുപിടിച്ചു. ബട്ട് ആ ടോട്ടൽ വേരിയൻസ് മാത്രം പോരാ. ഈ ടോട്ടൽ വേരിയൻസസ് വെച്ചിട്ട് ഈ ടോട്ടൽ വേരിയൻസസിനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ റീസൺസ് നോക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്തിട്ട് അതിന്റെ സബ് ആയിട്ടുള്ള വേരിയൻസ് ഒക്കെ നമ്മൾ ഫൈൻഡ് ചെയ്യണം. ആ ഓരോ വേരിയൻസും നമ്മൾ ഡീറ്റെയിൽഡ് അനാലിസിസ് ചെയ്യുന്നത് അതിന്റെ റീസൺസ് നോക്കിയിട്ടാണ്. ആ റീസൺസ് നോക്കിയിട്ട് ഡീറ്റെയിൽ അനാലിസിസ് 1 by 1 നമ്മൾ പഠിക്കും. മെറ്റീരിയൽ വേരിയൻസ്, ലേബർ വേരിയൻസ്, വേരിയബിൾ ഓവർ വേരിയൻസ്, ഫിക്സ്ഡ് ഓവർ വേരിയൻസ്, സെയിൽസ് റവന്യൂയുടെ വേരിയൻസ്. ഇതൊക്കെയാണ് ബേസിക് വേരിയൻസ് ആയിട്ട് നമ്മൾ പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ ഈ വീഡിയോസിലൂടെ നമ്മൾ ബേസിക് വേരിയൻസ് ഒക്കെ പഠിക്കും. ആ ബേസിക് വേരിയൻസിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് കേപ്പബിൾ ആവും. ഇതൊക്കെ MA വേണ്ടിയിട്ടുള്ള ബേസിക് വേരിയൻസിന്റെ നോളജ് ആണ്. ഈ ബേസിക് വേരിയൻസ് ഇപ്പൊ MA നമ്മൾ പഠിക്കുന്ന ഓരോ ബേസിക് വേരിയൻസ് ഇല്ലേ, ഒരു 10 വേരിയൻസ് ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സബ് വേരിയൻസ് ആണ് നമ്മൾ PM അഡ്വാൻസ്ഡ് വേരിയൻസസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ PM നമ്മൾ പഠിക്കേണ്ട അഡ്വാൻസ്ഡ് വേരിയൻസ് പ്രോപ്പറായിട്ട് മനസ്സിലാവണമെങ്കിൽ ബേസിക് വേരിയൻസ് ആദ്യം നിങ്ങൾക്ക് സ്ട്രോങ് ആയിരിക്കണം, എന്നാലേ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് വേരിയൻസ് മനസ്സിലാവുള്ളൂ. അപ്പൊ അതാണ് ബേസിക് വേരിയൻസസിന്റെ PM ഇമ്പോർട്ടൻസ്. ആ രീതിയിൽ ആ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് പഠിക്കണം. ഓക്കെ, അപ്പൊ വേരിയൻസ് അനാലിസിസിലേക്ക് 1 by 1 ഓരോ വേരിയൻസും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഫ്ലെക്സ്ഡ് ബഡ്ജറ്റ് എന്താണെന്നും ഈ ഫ്ലെക്സ്ഡ് ബഡ്ജറ്റ് എന്താണെന്ന് ഈ വീഡിയോയിൽ പഠിച്ചത്, ആക്ച്വലും ഫ്ലെക്സ്ഡും കമ്പയർ ചെയ്തിട്ടുള്ള വേരിയൻസ്, സിമ്പിൾ വേരിയൻസ് അനാലിസിസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് 1 by 1 ഓരോ വീഡിയോ ആയിട്ട് മെറ്റീരിയൽ വേരിയൻസ് ഓരോന്നും അങ്ങനെ ആ ഓർഡറിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകും. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഈ വീഡിയോസിൽ അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ കാര്യത്തിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യുക, നോക്കുക, റിവൈസ് ചെയ്യുക, എന്നിട്ട് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം അടുത്ത വീഡിയോയിലേക്ക് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിലേക്ക് നമുക്ക് കാണാം. ഓക്കെ ഗൈസ്.